23 ലക്ഷം സർക്കാർ ജീവനക്കാർക്ക് പ്രയോജനം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഏകീകൃത പെൻഷൻ പദ്ധതി ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരും. എന്താണ് ഏകീകൃത പെൻഷൻ പദ്ധതി എന്ന് നോക്കാം. ഏകീകൃത പെൻഷൻ സ്കീം ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുകയാണ്. 2025 മാർച്ച് 31 അതിനു മുൻപോ വിരമിക്കുന്ന എല്ലാ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ ലഭിക്കുമെന്നതാണ് നേട്ടമായി കേന്ദ്ര സർക്കാർ പറയുന്നത്. നിലവിൽ ദേശീയ പെൻഷൻ സംവിധാനത്തിന് അഥവാ NPS കീഴിൽ വരുന്ന സർക്കാർ ജീവനക്കാർക്ക് ഒന്നുകിൽ NPS തുടരാനോ പുതിയ സ്കീമിലേക്ക് മാറാനോ അവസരം ലഭിക്കും. 2025 മാർച്ച് 31 അതിനു മുൻപോ വിരമിക്കുന്ന എല്ലാ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ ലഭിക്കും. 2024 ഇന്ത്യ ഗവൺമെന്റ് ദേശീയ പെൻഷൻ അഥവാ NPS സംവിധാനത്തോടൊപ്പം ഒരു ഓപ്ഷണൽ പെൻഷൻ പദ്ധതിയായി അവതരിപ്പിച്ച ഏകീകൃത പെൻഷൻ പദ്ധതി അഥവാ UPS കേന്ദ്ര ഗവൺമെന്റിന് കീഴിലുള്ള കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർക്ക് സമഗ്രവും കേന്ദ്രീകൃതവുമായ ഒരു പെൻഷൻ സംവിധാനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് അവതരിപ്പിച്ചത്. വിരമിക്കൽ ആനുകൂല്യങ്ങൾക്ക് കൂടുതൽ നീതിയുക്തവും കാര്യക്ഷമവുമായ പദ്ധതി ആവിഷ്കരിക്കുക എന്നതാണ് നിലവിലുള്ള പെൻഷൻ പദ്ധതികളെ ഏകീകരിക്കുന്ന ഈ പദ്ധതി കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയത്. 2004 ഏപ്രിൽ 1 ശേഷം സർവീസിൽ ചേർന്ന എല്ലാ സർക്കാർ ജീവനക്കാർക്കും നിലവിൽ NPS ഉണ്ട്. പുതിയ പദ്ധതി പ്രകാരം 2025 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരുമെങ്കിലും ദേശീയ പെൻഷൻ സ്കീമിന് അഥവാ NPS കീഴിൽ വരുന്ന ജീവനക്കാർക്ക് അത് തന്നെ തുടരാനോ പുതിയ സ്കീം തിരഞ്ഞെടുക്കാനോ അവസരം ലഭിക്കും. കുറഞ്ഞത് 25 വർഷം സേവനമനുഷ്ഠിച്ച ജീവനക്കാർക്ക് UPS ഉറപ്പായ പെൻഷൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. കുറഞ്ഞത് 10 വർഷമെങ്കിലും സേവനമനുഷ്ഠിച്ച ജീവനക്കാർക്ക് പ്രതിമാസം 1000 രൂപയായിരിക്കും മിനിമം പെൻഷനായി ലഭിക്കുക. കൂടാതെ അടുത്ത സാമ്പത്തിക വർഷം മുതൽ പദ്ധതി ഉറപ്പു നൽകുന്ന കുടുംബ പെൻഷനും ലഭിക്കും. ഈ കുടുംബ പെൻഷൻ ജീവനക്കാരുടെ മരണത്തിന് തൊട്ടു മുൻപ് അവരുടെ പെൻഷന്റെ 60% എന്ന നിരക്കിലായിരിക്കും കണക്കാക്കുക. ഏകീകൃത പെൻഷൻ പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ എന്നത് ഉറപ്പായ പെൻഷനും വിരമിച്ചവർക്ക് വിരമിക്കലിന് മുൻപുള്ള അവരുടെ അവസാന 12 മാസങ്ങളിൽ ലഭിച്ച അടിസ്ഥാന ശമ്പളത്തിന്റെ 50% തുല്യമായ തുക പെൻഷൻ ലഭിക്കുമെന്നതാണ്. കുറഞ്ഞത് 25 വർഷത്തെ സേവനമുള്ളവർക്ക് ഇത് ബാധകമാണ്. കുറഞ്ഞ സേവന കാലയളവുകൾ ഉള്ളവർക്ക് പെൻഷൻ ആനുപാതികമായിരിക്കും. ഇതിനായി കുറഞ്ഞത് 10 വർഷത്തെ സേവനം ആവശ്യമാണ്. ഉറപ്പായ കുടുംബ പെൻഷനാണ് പദ്ധതിയുടെ മറ്റൊരു നേട്ടം. ഒരു ജീവനക്കാരൻ മരിച്ചാൽ ആശ്രിതർക്ക് തുടർ സാമ്പത്തിക സഹായം ഉറപ്പാക്കിക്കൊണ്ട് മരണസമയത്ത് ജീവനക്കാരന് ലഭിച്ചിരുന്ന പെൻഷൻ തുകയുടെ 60% കുടുംബത്തിന് ലഭിക്കും. കുറഞ്ഞ വരുമാനമുള്ള വിരമിച്ചവർക്ക് സാമ്പത്തിക സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നതാണ് പദ്ധതി. കുറഞ്ഞത് 10 വർഷത്തെ സേവനമുള്ളവർക്ക് പ്രതിമാസം 10,000 രൂപ തോതിലാണ് പുതിയ പദ്ധതി പ്രകാരം പെൻഷൻ നൽകുക. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ വിവിധ സംഘടനകൾ ഏകീകൃത പെൻഷനെ എതിർക്കുമ്പോഴും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച പദ്ധതി എങ്ങനെ ജീവനക്കാരെ ബാധിക്കുമെന്നത് കണ്ടറിയണം. KFIL ഡെസ്കിൽ നിന്നും അഞ്ജു നാരായണൻ.